ട്രിനിഡാഡ് ആൻഡ് ടൊബാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം, ഒരു ദ്വീപാണ്, ആക്ച്വലി ഒരു കരീബിയൻ ദ്വീപാണ്. അവിടെ നടന്നൊരു ഇൻസിഡന്റ് ഉണ്ട്. അവിടെ ഒരു പെരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനി പറഞ്ഞൊരു കമ്പനിയുണ്ട്. ഈ ഈ കമ്പനി ആക്ച്വലി നമ്മളിപ്പം റിഗിൽ ഉണ്ടാവുന്ന ഫ്യൂവൽ ഉണ്ടല്ലോ, അത് അത് ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പൊ ഈ റിഗിൽ നിന്ന് ഫ്യൂവൽ എടുത്തിട്ട് ഷിപ്പ് വന്നു കഴിഞ്ഞാല്, ഇത് എസ്പെഷ്യലി ദ്വീപ് ആയതുകൊണ്ട് തന്നെ ഇവരൊരു പൈപ്പ് ഇട്ടിരിക്കുക 60 ഫീറ്റ്, അതായത് ഡെപ്തും 1200 ഫീറ്റ് അതായത് നീളം കടലിലേക്ക് നീളം, ഇങ്ങനെ ഒരു ഒരു സി ഷേപ്പിലായിട്ട് ഉള്ള ഒരു പൈപ്പ് ഇട്ടിരിക്കുകയാണ്. ഈ പൈപ്പിലേക്കാണ് എന്ത് ചെയ്യുക, ഈ ഷിപ്പിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ നിറക്കുക. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇത് കളക്ട് ചെയ്യും. അതിനുള്ള ഒരു ഫെസിലിറ്റിയാണ്. പക്ഷെ ഇതിന്റെ എൻട്രൻസ്, ഇതിന്റെ രണ്ട് സൈഡിലും വരുന്നതെല്ലാം കടലിനകത്താണ്, താഴെയാണല്ലോ. അപ്പൊ ഇതിന്റെ റിപ്പയറിങ്ങിനായിട്ട് ഇതിന് വരുന്ന മെയിന്റനൻസ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു LMCS എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് ഇതിന്റെ കോൺട്രാക്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ കോൺട്രാക്ടിന്റെ ബേസിസിൽ അവിടുന്ന് ഉള്ള ഡൈവേഴ്സ് ഇത് റിപ്പയറിങ്ങിന് വരാം. അവര് 100ഓളം ഇതിന് മുന്നേയും ഇതേപോലത്തെ റിപ്പയറിങ്സ് ഒക്കെ ചെയ്ത് എല്ലാം സക്സസ്ഫുള്ളി ആയിട്ടുള്ള ടീമാണ്. ഇതില് ഇവര് റിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ എക്യുപ്മെന്റ്സ് വെച്ചിട്ടാണ് ഇതിന് താഴത്തേക്ക് പോകുക. കാരണം കടലിന്റെ അടിയിലായതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണല്ലോ. ആ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്യുപ്മെന്റ് ഉണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് ചാമ്പർ ആണ്, ഹൈപ്പർബാരിക് ചാമ്പർ എന്ന് പറയും. ഈ ചാമ്പർ വെച്ചിട്ട് ഇവര് ആ ഒരു വെള്ളത്തിനെ ഒഴിവാക്കിയിട്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. അപ്പൊ ഇത് നമ്മളിപ്പോ കണ്ടിട്ടില്ല, വെള്ളത്തിൽ ഒരു ഗ്ലാസ് നമ്മൾ കമഴ്ത്തിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു എയർ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലത്തെ ഒരു ഫെസിലിറ്റിയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ആൾക്ക് ഡൈവേഴ്സ് എല്ലാം ഇതിന്റെ അടിയിൽ ഈ ഒരു ചാമ്പറിനകത്ത് നിന്നിട്ട് ഇത് താഴേക്ക് പോയതിനു ശേഷം ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ എത്തുന്ന സമയത്ത് ഇവര് ഇതിനകത്തേക്ക് എയർ പ്രഷർ കൊടുക്കും. അപ്പൊ ഈ എയർ വരുന്നതിനനുസരിച്ച് ഇതിന്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പുറത്തേക്ക് വരും. മനസ്സിലായോ? കടൽ വെള്ളം എല്ലാം പുറത്തേക്ക് വരും. മനസ്സിലായോ? അപ്പം ആ ഒരു പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് ഇവർക്ക് അവിടെ നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതെന്താ പ്രശ്നം ഉണ്ടായിച്ചാല്, ഇതിൽ ഉണ്ടാവുന്ന ഹൈ പ്രഷറുള്ള വായു ഇതിന്റെ ഈ പൈപ്പിന്റെ ഉള്ളില് കുറച്ച് ലോ പ്രഷറുള്ള വായു ഉണ്ട്. അല്ലെങ്കിൽ ഈ പൈപ്പ് ബ്ലോക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഈ ഓയിലിനെ നമ്മൾ കടൽ വെള്ളമായിട്ട് ബന്ധിപ്പിക്കാതെ അല്ലെങ്കിൽ അത് കേടുവരാതെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിനൊരു ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം നമ്മൾ ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അതിൽ പ്രഷർ കൊടുത്ത് അത് വീർപ്പിച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക ചെയ്യാം. അപ്പൊ ഇവരെന്ത് ചെയ്യണം, ഈ ഒരു സാധനം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. ഇത് എടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ലോ പ്രഷറും ഈ മുകളിലുള്ള ഹൈ പ്രഷറും കൂടി മിക്സ് ആയി. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാല് ഈ ഹൈ പ്രഷർ ഉള്ള സാധനം എയർ എല്ലാം ഇതിന്റെ പൈപ്പിനകത്തേക്ക് വലിച്ചു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഹൈ ഇന്റൻസിറ്റി ഉള്ള വാക്കം പോലെ ഇത് ആക്ട് ആയി. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന എക്യുപ്മെന്റ്സും ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാം കൂടി പൈപ്പിനകത്ത്. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ചത്. അത് പോയപ്പോ എന്ത് ചെയ്തു, ഇവിടെ ഈ പ്രഷർ ഉണ്ടായിരുന്നോണ്ടാണല്ലോ വെള്ളം പുറത്തേക്ക് പോയത്, വെള്ളം മുകളിലേക്ക് കയറി. അപ്പൊ ഈ വെള്ളവും ഉണ്ടായിരുന്ന പൈപ്പിലുണ്ടായിരുന്ന ഓയിലും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതത്തിൽ ഇവരൊരു 90 സെക്കൻഡ് വരെ ശ്വാസം കിട്ടാണ്ട് സ്റ്റക്കായി ഒറ്റ പ്രഷറിൽ ഇങ്ങനെ കൊണ്ടുപോണ്. കാരണം അത്രയും വലിയ പ്രഷറില്ലാതെ ഇത് നോർമലി ഉള്ള ഈ പ്രഷർ കഴിഞ്ഞിരിക്ക് ഇതിന്റെ ഈ ഒരു ഇവര് വലിച്ചു കൊണ്ടുപോകുന്ന സംഭവം നിന്ന് ഇവര് ആ ഒരു ചാമ്പറിൽ നിന്നിരുന്ന സമയത്ത് ഈ വാക്കം എല്ലാം ഫില്ലായ സമയത്ത് ഇവർക്ക് പിന്നെ ഓക്സിജൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവര് ഓക്സിജൻ മാസ്ക് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിൽ വന്ന സമയത്ത് ഇവർക്ക് ഓക്സിജൻ ഇല്ല. അപ്പൊ ഇവര് ഫൈൻഡ് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത്, അതായത് ഒരു കടലിന്റെ ഒരു ഇതനുസരിച്ചിട്ട് മുകളിലേക്കുള്ള ഒരു പൈപ്പിന്റെ ഏരിയയില് ഈ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അപ്പൊ മുകളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഗ്യാപ്പിലുള്ള എയർ വെച്ചിട്ടാണ് ഇവര് ബ്രീത്ത് എടുത്തിരുന്നത്. ഇതില് ഈ പറഞ്ഞ 5 ആളില് ഒരാള് റെസ്ക്യൂ ഡൈവറാണ്. അതായത് ഈ ബാക്കിയുള്ള 4 ഡൈവേഴ്സിനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാല് അവരെ രക്ഷിച്ച് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇയാളാണ്. അപ്പം ഇയാൾ എന്ത് ചെയ്ത് ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇതിനകത്ത് ഇരുട്ടാണ്, ഒരു പൈപ്പല്ലേ, ഒന്നുമില്ല. ഇവർക്ക് ഈ ജസ്റ്റ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല. അപ്പൊ
അപ്പൊ അവസാനം ഇവര് എന്ത് പറഞ്ഞു, തിരിച്ചു പോരുന്ന സമയത്ത് ഇയാള് പറഞ്ഞു നിങ്ങള് ഒരു ചെയിന് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മള് ലോക്കായിട്ട് പോരണം. അപ്പൊ ഇവർ അതേപോലെ എന്ത് ചെയ്ത് തിരിച്ച് ഒരു കാല് മറ്റൊരാളെ തലയുടെ ഭാഗത്ത് ഷോൾഡറിൽ വെച്ചിട്ട് അവരിങ്ങനെ ഇങ്ങനെ വെച്ച് ചെയിന് പോലെ ഒരു ആക്ട് ആക്കിയിട്ട് തിരിച്ചു പോരുന്ന ഇതിൽ നോക്കി. പക്ഷെ ഈ വരുന്ന ഒരു ഇന്റൻസിറ്റിയില് ഒരു പല സ്ഥലത്തും ഇടിച്ചിട്ടും ഇതൊക്കെ ഇതിൽ പല ആൾക്കാർക്കും ഇഞ്ചോർഡ് ആയിരുന്നു. അപ്പൊ അവര് നമ്മള് ഒരു നോർമലി പോരുന്ന രീതിയിലൊന്നും വരാൻ അവർക്ക് പറ്റുന്നില്ല, ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഇതിലുള്ള ഈ റിസ്ക് ഡ്രൈവർക്ക് മനസ്സിലായി. അപ്പൊ അയാള് പറഞ്ഞു ഓക്കെ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് അധികാരികളെ അറിയിച്ചിട്ട് ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അവസാനം ഇവര് കൺവിൻസ്ഡ് ആയത്, കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല. പിന്നെ ഇവരെടുത്ത് ആകെ ഉള്ളത് 2 ഓക്സിജൻ സിലിണ്ടർ മാത്രമാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഒരു ഓക്സിജൻ സിലിണ്ടർ ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാൾക്ക് പോകാനുള്ള രീതിയിൽ ഇയാളെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇയാൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഓക്സിജൻ സിലിണ്ടർ തീർന്നു. പിന്നീട് വരുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഇയാൾക്ക് വീണ്ടും അവിടുന്ന് ഒരു ഓക്സിജൻ സിലിണ്ടർ വേറെ കിട്ടുകയാണ്. അപ്പൊ ആ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് വീണ്ടും ഇയാള് കയറി പോരുകയാണ്. ഇപ്പൊ LMCS എന്ന് പറഞ്ഞ കമ്പനി എടുത്ത് അവരോട് ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു ഇങ്ങനെ ആൾക്കാരെ അവിടെ എടുത്തു, അവരൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പം ഇവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവണില്ല. അവസാനം അവർ പറഞ്ഞു ഓക്കെ ഞങ്ങള് ഇന്നൊരു റെസ്ക്യൂ ഡൈവറിനെ വിട്ടിട്ട് ഇവരെവിടെയാണ് പൈപ്പിലുള്ളതെന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഈ റെസ്ക്യൂ ഡൈവർ പോയിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നു. ഒരു പോയിന്റിലെത്തിയപ്പോ ഇവർക്ക് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് മുട്ടുന്ന ഒരു റെസ്പോണ്ട്. പക്ഷെ എന്നാലും ഈ ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ച്. പക്ഷെ ഇവർക്ക് ഇത് എങ്ങനെയാണ് ഈ ആൾക്കാരെ പുറത്തേക്ക് എടുക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും അവർക്ക് അറിയില്ല. അവസാനം ഒരു 4 ദിവസത്തെ ഇതിന് ശേഷം ഇവരെ ബോഡി എടുക്കണം. അത് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്താണ്, അതായത് 2022 ഫെബ്രുവരി 25-ാം തീയതിയാണ് ഇവർ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത്. അത് പോയതിനു ശേഷം 26-ാം തീയതി വരെ 3 പേർക്ക് ജീവനുണ്ടായിരുന്നു. 28-ാം തീയതി വരെ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു.